ഹായ് ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സർക്യൂട്ട് ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഹൈ വോൾട്ടേജ് ബോക്സ് കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളും കാണാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ? ഈ റെക്ടിഫയർ മൊഡ്യൂളിന് ശേഷം കാണുന്ന ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു LC ലോ പാസ് ഫിൽട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ലൈനിലുണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസി നോയ്സിനെ സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് തടയാനും തിരിച്ച് സ്വിച്ചിങ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസി നോയ്സ് ലൈനിലേക്ക് കടക്കുന്നതും ഇത് തടയുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ 5 മൈക്രോഫാരഡും ഇൻഡക്ടർ 1 മില്ലി ഹെൻറിയുമാണ്. മാത്തമാറ്റിക്കലി ഇത് ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2.25 കിലോ ഹെർട്സിന് മേളിലുള്ള എല്ലാ സിഗ്നൽസും അറ്റ്യൂനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ സർക്യൂട്ടിൽ മറ്റൊരു കപ്പാസിറ്ററും കൂടെ കാണാൻ സാധിക്കും, നമ്മുടെ ഈ മെയിൻ ഇൻഡക്ഷൻ കോയിലിന് പാരലായിട്ട്. ഇതൊരു LC റെസൊണൻസ് സർക്യൂട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ടാങ്ക് സർക്യൂട്ട് തന്നെ. അതായത് ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസൊണൻസ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ സംഭവിക്കും, പ്രത്യേകിച്ച് ഈ ഇൻഡക്ടർ കോയിലിൽ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻഡക്ഷൻ ഹീറ്ററിൻ്റെ കോയിൽ എന്ന് പറഞ്ഞാൽ 20 മൈക്രോ ഹെൻറി തൊട്ട് 40 മൈക്രോ ഹെൻറി വരെ റേഞ്ചാണ്. ഏകദേശം 53 കിലോ ഹെർട്സിലാണ് ഇത് റെസൊണേറ്റ് ചെയ്യുന്നത്. ആ റെസൊണൻസ് സ്ട്രോങ് ആക്കാനും മാക്സിമം എനർജി ട്രാൻസ്ഫർ ചെയ്യാനുമാണ് ഈ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ പ്രധാനപ്പെട്ട കപ്പാസിറ്ററിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.